താങ്ക് യു. വളരെ സന്തോഷം തോന്നി ഇന്നത്തെ ദിവസം രമേശ് ചേട്ടനോട് വന്നപ്പം. കാരണം സാർ പക്രുച്ചേട്ടൻ ഇന്നിവിടെ ഉണ്ട്. പക്രുച്ചേട്ടൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ ആത്മബന്ധമുള്ള നല്ലൊരു സുഹൃത്തും ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. പക്രുച്ചേട്ടൻ എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ച് ഗ്യാപ്പായി തോന്നുന്നു അല്ലേ? ഒരു ഫംഗ്ഷന് വേണ്ടി വന്നപ്പോൾ അന്ന് വീട്ടിലൊക്കെ വന്നിരുന്നു, കുറ്റിപ്പുറത്ത് വീട്ടിലൊക്കെ വന്നിരുന്നു. എൻ്റെ മക്കളെ കൂടെ ഒരുപാട് ചിലവഴിച്ചു. അപ്പോൾ പക്രുച്ചേട്ടൻ കണ്ട സന്തോഷം ഞാൻ മക്കളോട് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞോളാം കേട്ടോ. അല്ല ശരിയാണ്, വളരെ സന്തോഷമുണ്ട് ഷാഫിയെ കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ എന്താ റാഫിന്ന് വിളിക്കുക? എത്താ ഈ എപ്പിസോഡ് ഷാഫി ആയിരിക്കും, കാരണം കഴിഞ്ഞ എപ്പിസോഡ് നല്ല പേരുണ്ടായി. ഞാൻ പോയിക്കോട്ടെ. ഇല്ല പോണ്ട, റാഫിന്ന് വിളിക്കുന്നേ പുള്ളിപ്പാവല്ലേ, വെറുതെ ചോദിച്ചിട്ടല്ലേ ഈ പറഞ്ഞത്. അയ്യോ എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ പൊന്നു മുത്ത് പോരെ, അത് മതി. എല്ലാവരും അന്വേഷണം പറയാം വീട്ടിൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ അടിച്ച് പൊളിക്കേ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടുകാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. കുറച്ചു നേരമായി മക്കളെ കളിപ്പിച്ചതും. അല്ല വീട്ടിൽ ചെന്നപ്പോൾ നല്ല മലബാർ ഫുഡും ഒരുപാട് സംഭവങ്ങളും ഒക്കെ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ ഞാൻ പുള്ളിക്കാരൊന്നും കഴിച്ചില്ല, അന്ന് പെരുന്നാൾ ദിവസം കൂടി ആയിരുന്നു അന്ന്. അല്ല അതാണ് സംഭവം, നമുക്ക് അത് കുറച്ച് വയറല്ലേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടുന്ന് 1-2 എണ്ണം എടുത്ത് തന്നെ വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു നോട്ടം നോക്കി, അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എനിക്ക് വേറെ സംഭവം വെച്ചാൽ എനിക്ക് എപ്പിസോഡിലൂടെ എൻ്റെ രണ്ട് പ്രിയ ആത്മസുഹൃത്തുക്കൾ പെടുത്തായിട്ടൊന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു ഹരി അഭിനയ എന്ന് പറഞ്ഞ ആൾ, അതുപോലെ തന്നെ ഷാജി വിഭഞ്ചിക. അവർക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ഈ പെർഫോമൻസ് ഞാൻ സമർപ്പിക്കുകയാണ്, രണ്ട് കലാകാരന്മാരുടെ മുമ്പിൽ. അപ്പോൾ ഓക്കെ, നമുക്കിന്നൊരു ഗസ്റ്റ് ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പക്രുച്ചേട്ടനാണ്. ഗസ്റ്റിനെ പറ്റി പറയുമ്പോൾ എൻ്റെ നാട്ടിൽ ഭയങ്കര രസമുള്ള തമാശ ഉണ്ടായി. തമാശ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു മൗനപൂജ എന്ന് പറയുന്ന സംഭവം നടത്താറുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ആരും പാടില്ല, സ്ത്രീകൾക്കാണ് പ്രാധാന്യമുള്ളൊരു പൂജയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൂജയിൽ പങ്കെടുക്കാനുള്ള 3 സ്ത്രീകളെ വിളിച്ചു വരുത്തി ഈ പൂജാരി പറഞ്ഞു, നമ്മളിന്നിപ്പോൾ പൂജയിലേക്ക് കിടക്കാൻ പോവാണ്. അതിപ്പോൾ പ്രധാഭിക്ഷിതം പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനിക്കുമ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കാനൊക്കെ ചെയ്യണമെങ്കിൽ കുറേ മനസ്സിലാവാൻ അപ്പോൾ സ്ത്രീകൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല. പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ആരും ഇത് കഴിയുന്നവരെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സംസ്കൃതം. മിണ്ടാണ്ടിരിക്കുക, മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ പൂജ ആരംഭിക്കുകയാണ്. പൂജ ആൾ മണിക്കാട് വന്നു തുടങ്ങി. അപ്പം തന്നെ 3 നാത്തുമാർ തമ്മിലിരിക്കണം കേട്ടോ, ഒരു ചെറിയ അനിയത്തിയും 2 നാത്തും തമ്മിലിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു നാത്തുവിനൊരു ഓർമ്മ, ദേവിയെ ബാക്ക് വശത്തെ വാതിലടച്ചിട്ടില്ലല്ലോ, ബാക്ക് ഡോറിൻ്റെ വാതിലടച്ചിട്ട് ഇപ്പോൾ അടുക്കളയ്ക്ക് ഒരു പൂച്ചം കയറ്റതിൽ അലമ്പാക്കുമോ? അപ്പം തന്നെ ഇവർക്ക് മുണ്ടും വേണം, മിണ്ടാതിരിക്കാൻ വേണം. ആകെ ടെൻഷനുണ്ട്. ഇയാൾ പറഞ്ഞ് മിണ്ടരുത് പറഞ്ഞു, പൂജ ആരംഭിച്ചല്ലോ. അങ്ങനെ ഫസ്റ്റ് നാത്തും പറഞ്ഞു, നാത്തുവിനെ ആ ബാക്കിൽ വാതിലടച്ചിട്ട് ഞങ്ങൾക്കൂടെ പൂച്ച കയറിട്ട് മീൻ തിന്നുമോ? അപ്പം തന്നെ മറ്റേ നാത്തൂന്, നീ മുണ്ടാണ്ടിരിക്കണേ, പൂജ അടക്കുമ്പോൾ മുണ്ടാൻ പാടില്ല, നിനക്ക് അറിഞ്ഞൂടെ പണ്ടാരെ, എന്താ മുണ്ടാതിരിക്കണേ? അപ്പം തന്നെ 3ാമത്തെ ആള്, അതല്ലേ ഞാൻ മുണ്ടാണ്ടിരിക്കണേ, എന്നെ കണ്ടില്ല, അങ്ങനെ ഇരുന്നാൽ പോരെയെന്ന്. അങ്ങനെ പൂജ നടത്തിയ ഒരു ചരിത്രം നമ്മുടെ നാട്ടിലുണ്ട്.